അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ആൽഫ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ നമ്മൾ വി എ വി ബി വി സി ലൈൻ വോൾട്ടേജാണ്, ശ്രദ്ധിക്കുക, ലൈൻ വോൾട്ടേജാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഫേസ് വോൾട്ടേജാണ് നമ്മൾ വരച്ചിരിക്കുന്നത്, ലൈൻ വോൾട്ടേജ് അല്ല. അപ്പോൾ ഫേസ് വോൾട്ടേജാണ് വരക്കുന്നതെങ്കിൽ നമ്മുടെ ഫയറിംഗ് ആംഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയാണ്? 30 ഡിഗ്രി. അതായത് ഒമേഗ ടി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിയിലാണ്. ഒമേഗ ടി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിയിലാണ്. ആൽഫ ഈസ് ഈക്വൽ ടു 0. ഫയറിംഗ് ആംഗിൾ 0 വരുമ്പോൾ ഒമേഗ ടി ഡിഗ്രി 30 ഡിഗ്രി. അതായത് ഈ ഒരു പോയിന്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞ പോലെ അല്ലേ. ഇനി എങ്ങനെയാണ് വേവ് ഫോം വരയ്ക്കുന്നത്? ഇവിടെ ആൽഫ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി വരക്കാൻ പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിൽ എന്ത് വരക്കും? ഔട്ട്പുട്ടിലുള്ളതാണ് ഞാൻ വരച്ചിരിക്കും. ഈ റെഡ് ഇങ്ങനെ വരക്കും, ഇങ്ങനെ വരക്കും, ഇങ്ങനെ വരക്കും, ഇങ്ങനെ വരക്കും. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി വരും. ഇതായിരിക്കും ആൽഫ ഈസ് ഈക്വൽ ടു 0ൻ്റെ വേവ് ഫോം. ഓക്കെ, ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ 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 വരച്ചു. ഓക്കെ, അതായത് T1 എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? T1 ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. T1 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ബാക്കി വരക്കുന്ന ഈ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ ശ്രദ്ധിക്കണ്ടൂ. ആൽഫ 0 ആണെങ്കിൽ ഇവിടെ നിന്നായിരിക്കും T1 സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ വരെ, പിന്നെ ഇവിടെ നിന്ന് T3 ആയിരിക്കും, പിന്നെ T5. അത് ഓട്ടോമാറ്റിക്കലി അതങ്ങ് പോവും. അതുപോലെ താഴെ T1 സ്റ്റാർട്ട് ചെയ്ത് 60 ഡിഗ്രി ആകുമ്പം T2 സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് ഇവിടെ വരെ T2 ആയിരിക്കും ഉണ്ടാവുക, ഇത് T2 ആയിരിക്കും ഉണ്ടാവുക. ബാക്കി T2, T4, T6 താഴെയും അങ്ങ് ഓട്ടോമാറ്റിക്കലി പോവും, അതങ്ങ് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഫേസ് വോൾട്ടേജാണ് ഇത് വരച്ചിരിക്കുന്നത്, ഇത് ലൈൻ വോൾട്ടേജാണ് ഔട്ട്പുട്ടിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഫയറിംഗ് ആംഗിൾ ആൽഫ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് 60 ഡിഗ്രി, ഈ ഒരു പോയിന്റിൽ നിന്ന് ആൽഫ എത്രയാണോ 60 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെയാണ് നമ്മളെ സ്വിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അവിടെയാണ് T1 സ്റ്റാർട്ട് ചെയ്തത്. T1 120 ഡിഗ്രി ഉണ്ട്, T3, T5 അങ്ങ് പോയി അല്ലേ. T1 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 60 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമ്മുടെ T2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 120 ഡിഗ്രി, T4, T6 ഇങ്ങനെ പോയി. സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പം ഇനീഷ്യലി T1ഉം T6ഉം അപ്പം ഇങ്ങനെ വന്ന് അല്ലേ, ഇത് വി ഇതല്ലേ T1ഉം T6ഉം അല്ലേ. വി എ ബി ആണ് ലൈൻ വോൾട്ടേജ് വരുന്നത്. അപ്പം വി എ ബി ലൈൻ വോൾട്ടേജ് വരും. അത് അടുത്ത് ശ്രദ്ധിക്കുക, വി എ ബി ആണ് നമ്മുടെ ലൈൻ വോൾട്ടേജ്. അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ഇവിടെയാണ് വരുന്നത് അല്ലേ. ആൽഫ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ അതിലെന്തുണ്ട്? വി എൻ്റെ വി ബി, വി എ ഡിയും വി ബി ഡിയും വി എ ബി ആണ് വരുന്നത്. അപ്പോൾ വി എ ഡിയും വി ബി ഡിയും ഇടയിൽ നമ്മൾ മാർക്ക് ചെയ്തു, മൊത്തം ആ ഗ്യാപ്പ് മൊത്തം മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു മാഗ്നിറ്റ്യൂഡ്, ആ ഗ്യാപ്പിലുള്ള ആ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ എന്ത് ചെയ്തു? പോസിറ്റീവായിട്ട് അങ്ങ് വരച്ചു, വി എ ബി എന്നാക്കിയിട്ട് വരച്ചു. ഇതാണ്, ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഇനി അടുത്ത് എന്താണ്? നെക്സ്റ്റ് 60 ഡിഗ്രിയിൽ T1ഉം T1 ഓൺ ചെയ്തു, ഇങ്ങനെ വന്ന് T2 ഓൺ ചെയ്തു. അതായത് വി എ സി ആണ് അടുത്ത 60 ഡിഗ്രിയിൽ വരുന്നത്. അപ്പോൾ വി എ സി വരുമ്പോൾ എന്ത് കിട്ടി? വി എൻ്റെയും വി സി ഇതല്ലേ മൂന്നാമത്തെ വി സിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ പച്ച മാർക്ക് ചെയ്തു. അത് നമ്മളിവിടെ എന്ത് ചെയ്തു? പോസിറ്റീവിലേക്ക് വരച്ചു. അങ്ങനെയാണ് വരച്ചത്. ഇനി അടുത്തത് T3 T2 ആകുമ്പം T3 ഓൺ ആയിട്ടുണ്ട്, T3 ഇങ്ങനെ ഓൺ ആയിട്ടുണ്ട്, T2 ഓൺ ആയിട്ടുണ്ട്. അതായത് വി സി ബി അല്ലേ. വി സി ബി വരുമ്പോഴും സെയിം ഇങ്ങനെ തന്നെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേവ് ഫോംസ് ലൈൻ വോൾട്ടേജ് വരച്ചത്. ഓക്കെ, ഇനി നോക്കാം, ഇതിപ്പം ഫേസ് വോൾട്ടേജിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ലൈൻ വോൾട്ടേജായിട്ട് വരച്ചതാണ് ആൽഫ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി ലൈൻ വോൾട്ടേജ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളെങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുന്നത്. അതായത് ലൈൻ വോൾട്ടേജ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞു. നമ്മളെന്ത് ചെയ്തു? വി എ ആദ്യം വരച്ചു,
അപ്പോൾ വി എ ബി എന്നുള്ള വോൾട്ടേജ് ലൈനിന് നമ്മൾ ആദ്യം വരച്ചു. ഇതാണ് വി എ ബി. അത് കഴിഞ്ഞ് 60 ഡിഗ്രി കഴിഞ്ഞിട്ട് വി എ സി വരച്ച്, അത് കഴിഞ്ഞ് വീണ്ടും 60 ഡിഗ്രിയിൽ വി ബി സി വരച്ച്, പിന്നെ 60 ഡിഗ്രി വി ബി എ, വി സി എ, വി സി ബി, വി എ ബി, ആ ഒരു പാറ്റേണിൽ നമ്മൾ ലൈൻ വോൾട്ടേജ് വരച്ചു. ഓക്കെ, ലൈൻ വോൾട്ടേജ് വരക്കുന്നത് ശ്രദ്ധിക്കുക. വി എ ബി ഫസ്റ്റ് വരച്ചു, അത് കഴിഞ്ഞാൽ വി എ സി വരച്ചു, പിന്നെ വി ബി സി വരച്ചു. അതായത് വി എ വന്നു. അപ്പം വി എ ബി, വി എ സി രണ്ടിൻ്റെയും ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് എന്താണ്? എ ആണ് അല്ലേ. നെക്സ്റ്റ് വരുന്നത് വി എ കഴിഞ്ഞാൽ വി ബി സി ആണ്, വി ബി എ ആണ് അല്ലേ. വി ബി, വി സി ആ ഒരു ഫോമിൽ തന്നെ പോകുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി എ ബി, വി എ സി ഇതിൽ രണ്ടിലും എന്തുണ്ട്? എ കോമൺ ആണ്. ഇനി അടുത്ത് വരച്ച വി എ സി, വി ബി സി ഇതിൽ രണ്ടിലും സി കോമൺ ആണ്. അടുത്ത വി ബി എയും വി സി എയും വരച്ച ഇത് രണ്ടിലും എ കോമൺ ആണ്. അപ്പം ഈ ഒരു നോക്കുക, വി എ ബി, വി എ സി, എ ഫസ്റ്റ് കോമൺ ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് രണ്ടെണ്ണത്തിൻ്റെ എ കഴിഞ്ഞാൽ അടുത്ത് ബി, വി ബി കഴിഞ്ഞാൽ ഏതാ വരുന്നത്? മുന്നത്തേത് സി ആണുള്ളത്, അതുകൊണ്ട് ഇതിലും സി കിട്ടും, വി ബി സി കഴിഞ്ഞാൽ അടുത്തത് വി ബി എ വരണം, കാരണം 2 ബി അടുത്തത് വരും, 2 ബി വരും, വി ബി എ കഴിഞ്ഞാൽ അടുത്ത് എന്താ വരുന്നത്? വി ബിയിലത്, ഇപ്പോൾ വി എ ബി കഴിഞ്ഞു, വി ബി കഴിഞ്ഞു, അടുത്ത് വി സി ആയിരിക്കും, വി സി എ വരും, കാരണം ഇവിടെ വി ബി എ ആയതുകൊണ്ട് ഇവിടെയും വി സി എ വരും. എ കഴിഞ്ഞാൽ അടുത്ത് ബി, വി സി ബി വരും അല്ലേ. ഇതിൽ രണ്ടിലും വി സി ആണ്. ഇനി നമുക്ക് ആദ്യം വി എ ബി വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലൈൻ വോൾട്ടേജിൻ്റെ വേവ് ഫോം വരക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വരച്ചില്ലെങ്കിൽ തെറ്റും. അപ്പോൾ ഇത് വരക്കുന്നത് ആദ്യം പഠിക്കാം. എന്നിട്ട് ആൽഫ = 0 ഡിഗ്രി. അപ്പോൾ ലൈൻ വോൾട്ടേജിൻ്റെ കേസിലാണ് ആൽഫ 0 ഡിഗ്രി എങ്കിൽ ഒമേഗ ടി എത്രയായിരിക്കും? ഞാൻ പറഞ്ഞു ലൈൻ വോൾട്ടേജ് ആണെങ്കിൽ ഒമേഗ ടി = 60 പ്ലസ് ആൽഫ ആയിരിക്കും. അതായത് ഒമേഗ ടി = 60 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഹാഫ് വേവിൻ്റെ ഒമേഗ ടി = 30 പ്ലസ് ആൽഫ എന്നാണ് പറഞ്ഞത്. ബട്ട് ഫുൾ ബ്രിഡ്ജിലാകുമ്പോൾ ഒമേഗ ടി = 60 പ്ലസ് ആൽഫ ആയിരിക്കും. അപ്പോൾ 60 പ്ലസ് ആൽഫ എങ്ങനെ വരക്കും? ഇവിടെ, അതായത് നമ്മുടെ 60 ഡിഗ്രിക്ക് ശേഷമാണ് T1, T3, T5 വരുന്നത്. അത് കഴിഞ്ഞൊരു 60 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് T2 ഇതിൻ്റെ ഓരോ കമ്മ്യൂട്ടേഷനും ടേണിങ് ഓണും നടക്കുമ്പോൾ 60 ഡിഗ്രിയിലാണ്. അതായത് അറ്റ് ഇനീഷ്യൽ 60 ഡിഗ്രിയിൽ നിന്നാണ് T5ഉം T6ഉം, പിന്നെ T1ഉം T6ഉം, പിന്നെ 60 ഡിഗ്രി T1, T2, T3, T2 അല്ലേ. ഇങ്ങനെ 60 ഡിഗ്രിയിലാണ് ഓരോ കമ്മ്യൂട്ടേഷനും നടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആൽഫ = 0 എന്ന് പറയുമ്പം ഒമേഗ ടി = 60 ഡിഗ്രി വരും. അപ്പോൾ 60 ഡിഗ്രി മാർക്ക് ചെയ്തു, എന്നിട്ട് T1 സ്റ്റാർട്ട് ചെയ്തു അല്ലേ. T1 വരച്ചു, T3 വരച്ചു, T6 വരച്ചു, T1 വരച്ചു. അത് കഴിഞ്ഞ് 60 ഡിഗ്രി കഴിഞ്ഞ് T2 സ്റ്റാർട്ട് ചെയ്തു, T4, T6, വീണ്ടും T2. അപ്പോൾ T2ൻ്റെ മുന്നിൽ T6 ആയതുകൊണ്ട് ഇവിടെ T6 മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സ്വിച്ചിങ് പാറ്റേൺ മാർക്ക് ചെയ്യുന്നത്. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണ്? ആൽഫ 0 ആണ്. അപ്പം വി എ ബിയിൽ വേവ് ഫോം വരച്ചു. 0 ആയതുകൊണ്ട് ഏതാണോ ഹയർ അതങ്ങ് വരച്ച് അങ്ങ് പോയി. ഇങ്ങനെയാണ് ആൽഫ = 0 വരച്ചത്. IL ഇൻഡക്റ്റീവ് ലോഡായതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ വരയ്ക്കുക. IA എന്താണ്? IA എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സിലുള്ള കറണ്ട്. അപ്പം ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. IAയുടെ ഗ്രാഫ് നോക്കാം. IAയുടെ ഗ്രാഫ് ഈ ILൻ്റെ ഗ്രാഫ് തന്നെയാണ്. ബട്ട് എപ്പോഴാണ് IA എ ഫേസിലുള്ള കറണ്ട്, അതായത് വി എ ഫേസിലൂടെയുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? വി എ ബി, വി എ സി ഇതിൻ്റെ രണ്ടിലും എ ഉണ്ട്. അതുകൊണ്ട് വി എ ബിയിലും വി എ സിയിലും മാത്രമായിരിക്കും എ ഫേസിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. ഇനി വി ബി സിയിലും ഇല്ല, കാരണം ബിയും സിയും ആണ്. ഇവിടെ വി ബി എയും വി സി എയും വരുമ്പം രണ്ടിലും എ ഉണ്ട്. എ രണ്ടാമതാണ് വരുന്നത്, അതുകൊണ്ട് എ രണ്ടാമതായി വരുന്നതുകൊണ്ട് നെഗറ്റീവായിരിക്കും. ഇനി ഇവിടെ വി എ ബി, വി എ സി എ പോസിറ്റീവായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ് ഐ എൻ്റെ കറണ്ടും ഐ എല്ലിൻ്റെ വേവ് ഫോം വരയ്ക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഐൻ്റെ വേവ് ഫോംസ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വരച്ച് പഠിക്കാം. ആൽഫ ഇസ് ഈക്വൽ ടു 0, ആൽഫ 60, ആൽഫ 90, 150 ഈ 4 വേവ് ഫോംസ് നിങ്ങൾ കാണാണ്ട് വരച്ച് പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യാം. ഇനി വേറൊരു 20 ഡിഗ്രി വരച്ചാണ് ആൽഫ ഇസ് ഈക്വൽ ടു 20 ഡിഗ്രി. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു 20 ഡിഗ്രി ആകുമ്പം ലൈൻ വോൾട്ടേജിൻ്റെ കേസിൽ ഒമേഗ ടി എത്ര വരും? 80 ഡിഗ്രി വരും. അപ്പം 80 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 80 ഡിഗ്രിയിൽ T1 വരച്ചു, T3 T5, അത് കഴിഞ്ഞിട്ട് 60 ഡിഗ്രി T2 സ്റ്റാർട്ട് ചെയ്തു, ബാക്കോട്ടും വരച്ചു അല്ലേ. അപ്പം ശ്രദ്ധിക്കേണ്ടത് ശരിക്ക് ഇവിടെ നിന്നാണ് 20 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തത് അല്ലേ, ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് 20 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? VAB വരുന്നത്. അപ്പം VAB ഇങ്ങനെ വരച്ച് അത് കഴിഞ്ഞ് ഇവിടെയും 20 ഡിഗ്രി കഴിയും. അതുകൊണ്ടാണ് ഒന്നിൻ്റെ പാറ്റേൺ മാത്രം നോക്കിയാൽ മതി, ബാക്കി എല്ലാ ഫേസിലും 30 ഡിഗ്രി തന്നെയല്ലേ വരുന്നത് അല്ല, എല്ലാ ഫേസും ഒരേപോലെയാണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാം ഒരേപോലെ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് നേരത്തെ ഈ ഒമേഗ ടി = 60 തുടങ്ങി ഇവിടെയാണ് 20 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുത്തിട്ട് വേവ് ഫോം വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വേവ് ഫോം വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി 3 ഫേസ് ഫുൾ കൺവേർട്ടർ ഔട്ട്പുട്ട് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്പുട്ട് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ആൽഫ ഇസ് ഈക്വൽ ടു VDC ഇസ് ഈക്വൽ ടു 3/π മൈനസ് π/6 മൈനസ് ആൽഫ 2 പ്ലസ് π/6 പ്ലസ് ആൽഫ ഇൻറ്റു VML cos ഒമേഗ ടി ഡി ഒമേഗ ടി. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ 3VML/π മൈനസ് സൈനസ് ഒമേഗ ടി കിട്ടും. അതിന് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 3VML/π കോസ് ആൽഫ കിട്ടി. 3VML/π കോസ് ആൽഫ. VML എന്താണ്? VML ലൈൻ വോൾട്ടേജ് ആണ്. ഓക്കെ, 3VML/π കോസ് ആൽഫ. ഓക്കെ, എന്തുകൊണ്ടാണ് -π/6 ടു +π/6 പ്ലസ് ആൽഫ എടുത്തത്? മൊത്തം അതായത് ഇൻ്റഗ്രേഷൻ്റെ ഇൻ്റർവെല്ലിൽ എത്രയാണ് വരുന്നത്? മൊത്തം 60 ഡിഗ്രിയാണ് വരുന്നത്. അതുകൊണ്ട് -30 ടു +30 വരുമ്പം അല്ലേ, ആ ഒരു -30 പ്ലസ് -30 അതായത് -30 ടു +30 വരുമ്പം ഞാനൊരു ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ ഇത് -30 ആണ്, ഇത് +30 ആണ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് 60 ഡിഗ്രി. അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് എടുക്കുമ്പോൾ -π - ആൽഫ 2 പ്ലസ് π/6 പ്ലസ് ആൽഫ എടുത്തത്. കാരണം ഈ ഒരു വേവ് ഫോമിൻ്റെ ഇത് വരുന്നത് മൊത്തം 60 ഡിഗ്രി ആണ്. ത്രീ ഫേസ്. ഇനി ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ നോക്കുക, ഞാൻ പറഞ്ഞു ഒമേഗ ടി എത്ര വരും? +60 ഡിഗ്രി. അപ്പം 90 + 60 150 ഡിഗ്രി വരും. 150 ഡിഗ്രി മീൻസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒമേഗ ഇവിടെ നിന്ന് 90, ഇപ്പോൾ 90 വരുമ്പോൾ മൊത്തം 150. അപ്പോൾ ഒമേഗ ടി ഇസ് ഈക്വൽ ടു 150 നോക്കുക. ഒമേഗ ടി ഇസ് ഈക്വൽ ടു 150 എവിടെയാണ് വരിക? ഒമേഗ ടി ഇസ് ഈക്വൽ ടു 150 വരുമ്പോൾ ഇവിടെയാണ് വരിക അല്ലേ. ഒമേഗ ടി ഇസ് ഈക്വൽ ടു 150 വരുമ്പോൾ ഈ ഒരു പോയിൻ്റാണ് വരിക. ഈ ഒരു പോയിൻ്റാണ് ഒമേഗ ടി ഇക്വൽ ടു 150 വരിക. എന്നിട്ട് ഇവിടെ നിന്നാണ് T1 സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇതാണ് T1 സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് VABയുടെ പോർഷൻ നോക്കുക. VAB എങ്ങനെയുള്ളത്? ഇങ്ങനെ താഴോട്ടാണുള്ളത് VAB അല്ലേ. കാരണം ഇവിടെ നിന്ന് അടുത്ത വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യും, അടുത്തത് സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ പോകും. അടുത്ത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതൊന്നും കൂടി പറഞ്ഞുതരാം. എങ്ങനെയാണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിപ്പം ഒമേഗ ടി ഇക്വൽ ടു 150 ഡിഗ്രിയിലാണ് നമ്മുടെ VAB നമ്മളിവിടെ വരച്ചു. VAB ഇങ്ങനെ വരച്ചു അല്ലേ. ഇനി അടുത്ത VBC എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? VBC ഒരു 60 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് VBC സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഈ 60 ഡിഗ്രി, എല്ലാം 60 ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പോൾ അപ് ടു ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുക? VAB കണ്ടിന്യൂ ചെയ്ത് വരക്കുക. അതുകൊണ്ടാണ് ഈ VAB നെഗറ്റീവിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒമേഗ ടിയുടെ മുകളിലും താഴെ ഒരുപോലെ വരും. അപ്പോൾ ആവറേജ് വോൾട്ടേജ് 0 വരും. ഓക്കെ, ഇനി ആൽഫ ഇസ് ഈക്വൽ ടു 150 ഡിഗ്രി. ഇത് വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ 150 വരുമ്പം
ഒമേഗ ടി എത്ര വരും? +60 210 ഡിഗ്രി വരും. അപ്പോൾ ഈ ആക്സിസിൽ നിന്ന് ഇങ്ങനെ വന്ന് 210, ഇതാണ് 210, ഇവിടെയാണ് 210 വരുന്നത്. ഇനി വേവ് ഫോം നോക്കാം. 210ലുള്ള വേവ് ഫോം എങ്ങനെയാണ് വരുന്നത്? 210ൽ നേരെ ലൈൻ വരച്ചു. ആ 210ലെ ലൈനിലാണ് T1 തുടങ്ങി T3 അങ്ങനെ തുടങ്ങുന്നത്. അതുപോലെ T2 T4 T2ൻ്റെ ബാക്കി T6 T4 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. T1ൻ്റെ മുന്നിൽ എപ്പോഴും T5 ആയിരിക്കും, പിന്നെ T3 ആയിരിക്കും. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ VABയുടെ വേവ് ഫോം നോക്കുക. ഇതാണ് VAB എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ, അതാണ് VAB. ഇങ്ങനെ വന്ന് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ വന്ന് ഇങ്ങനെ, ഇതായിരിക്കും VABയുടെ പാറ്റേൺ. അതായത് ഒമേഗ ടിയുടെ താഴെ ആയിരിക്കും വേവ് ഫോംസ് വരുന്നത്. അതുകൊണ്ട് ആൽഫ = 150 ഡിഗ്രിയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും. അതായത് 90ൽ 0 ആയിരിക്കും, 150ൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കമ്പാരിസൺ ഓഫ് VDC സിംഗിൾ ഫേസ് ഹാഫ് വേവ്, സിംഗിൾ ഫേസ് ഫുൾ വേവ്, 3 ഫേസ് ഹാഫ് വേവ്, 3 ഫേസ് ഫുൾ വേവ്. എന്താണ്? Vm/π cos alpha, 2Vm/π cos alpha. അല്ല, സിംഗിൾ ഫേസ് ഹാഫ് വേവ് ഫുൾ വേവ് ആകുമ്പോൾ മൾട്ടിപ്പിൾസ് ആയി 2Vm/π cos alpha. 3 ഫേസ് ഹാഫ് വേവ് ആകുമ്പോൾ 3VML/2π cos alpha, 3VML/2π cos alpha. 3 ഫേസ് ഫുൾ വേവ് ആകുമ്പം ഈ 2 പോയി, 3VML/ cos alpha. പഠിക്കുക, 3VML/ cos alpha by 2π, അതുപോലെ 3VML/π cos alpha. ഇക്വേഷൻസ് 4 ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. Vm/π cos alpha, 2Vm/π cos alpha, 3VML/π cos alpha, 3VML/π cos alpha. ഇത് 2π ഉണ്ട്, ഇവിടെ π ഉണ്ട്, ഇത്ര മാത്രമേ ഉള്ളൂ. അതൊരു പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലം വായിച്ചു നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.